ദൈവത്തിൻ്റെ ഔദാര്യത്തിൽ 100% വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് 100% അറിയണം. ദൈവത്തിൻ്റെ ഔദാര്യത്തിൻ്റെ അനുഭവമുള്ളവരായി നമ്മൾ കർത്താവിൻ്റെ മുമ്പിലായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു അവസ്ഥകളിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നിലയ്ക്കുന്നില്ല. നമ്മളിപ്പോൾ തലകുത്തി മറിഞ്ഞ് ആകെ തവിടുപൊടിയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം തലകുത്തി മറിഞ്ഞ് തവിടുപൊടിയായിരിക്കുന്നതാണ്. അപ്പോഴും കർത്താവ് ഔദാര്യം കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, എനിക്ക് നിൻ്റെ സൽസ്വഭാവമോ നിൻ്റെ ദുഷ്ടസ്വഭാവമോ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീയാണ്. ഞാൻ നിന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ മനസ്സിലിരിക്കുന്ന പ്രധാന ചിന്ത എന്നറിയാമോ? നമ്മുടെ മനസ്സിലിരിക്കുന്ന പ്രധാന ചിന്ത നമ്മളല്ല, നമ്മുടെ പ്രവൃത്തികളാണ്. എൻ്റെ പ്രവൃത്തി ശരിയല്ല, എൻ്റെ സ്വഭാവം ശരിയല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഈ സ്വഭാവത്തോടു കൂടെ എങ്ങനെ ചെല്ലും? ദൈവത്തിന് ഇതെല്ലാം കാണുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും. ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല. ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ ഒരു മെഴുകുതിരി ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ്, കുറച്ച് എന്താ ഉള്ളത്, ഒരു ചൂലിൻ്റെ അത്ര വലിപ്പത്തിൽ ഒരു പന്തം ഉണ്ടെന്ന് വിചാരിക്കും. പന്തം, ചൂലിൻ്റെ അത്ര വലിപ്പമുള്ള പന്തം. ആ പന്തം കൊണ്ട് നിങ്ങൾ പോവുകയാണ്. പന്തം കൊണ്ട് പോയിട്ട് സമുദ്രത്തിൻ്റെ അടുത്തോടെ വെള്ളം ചൂടാക്കാൻ ശ്രമിക്കുകയാണ്. ആ പന്തം കൊണ്ട് സമുദ്രത്തിലെ വെള്ളം ചൂടാക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ പാപപ്രവർത്തികൾ. നമ്മുടെ ഈ പന്തം കൊണ്ടുപോയിട്ട് സമുദ്രത്തിൻ്റെ അടുത്ത് പിടിച്ചാൽ കടൽ മുഴുവൻ ചൂടാവുമെന്ന് വിചാരിക്കരുത്. അതുപോലെയാണ് നമ്മുടെ ഒരു പാപപ്രവൃത്തി കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണ ചൂടായില്ല. ദൈവത്തിൻ്റെ കരുണ മഹാസമുദ്രമാണ്. ദൈവത്തിൻ്റെ സ്നേഹം മഹാസമുദ്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നോട് ഔദാര്യം കാണിക്കാൻ നിന്റെ ദൈവം ഒന്നുറക്കെ വായിച്ച വചനഭാഗം, നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. അടുത്തത് വാക്യം, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. അതെനിക്ക് മനസ്സിലായില്ല. തന്നെ ദൈവത്തിനെ ഉയർത്തണമെന്ന് മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? തന്നെ ഉയർത്തുന്നു, എനിക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ കാലം ഇരുന്നിട്ട് തന്നെ ദൈവം ഉയർത്തുന്നു. എന്നോട് കാരുണ്യം കാണിക്കാൻ ദൈവം തന്നെ ഉയർത്തുന്നു. എന്നോട് ഔദാര്യം കാണിക്കാൻ ദൈവം തന്നെ ഉയർത്തുന്നു. അത് ഈ അടുത്ത കാലത്ത് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. ആ ഒരു കാര്യം നിങ്ങളുടെ സന്നിധിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 തൊട്ട് 15 വരെ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 തൊട്ട് 15 വരെ. ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ അതിനെ അറിയണം. നിങ്ങൾ അതിനെ ഹൃദയപൂർവ്വം അംഗീകരിക്കണം. എന്നാൽ നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം ഉണ്ടാവും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവവിശ്വാസി അല്ല. നിങ്ങൾ ദൈവത്തെ അല്ല, അന്ധകാരത്തെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ശൂന്യതയാണ് വിശ്വസിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കാരണം തൊട്ടതിന് പിടിച്ചതിനെല്ലാം കുറ്റബോധം. സാധാരണ മനുഷ്യർക്കില്ലാത്തതിനേക്കാളും അരക്ഷിതാവസ്ഥ, സാധാരണ മനുഷ്യർക്കുള്ളതിനേക്കാളും എന്താണ്, പേടി, അരക്ഷിതാവസ്ഥ, ഇടം വരഞ്ഞ് ഒന്നും ചെയ്യാൻ ധൈര്യമില്ലാത്ത അവസ്ഥ വരും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം അറിയുന്ന വ്യക്തി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദാനിയേൽ പുസ്തകത്തിൽ 12 അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. 10 വായിക്കുന്നുണ്ട്, 12 ഉണ്ട്. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരുണയിലുള്ള അഭയം, ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം മാറും. ഈ അവസ്ഥ മാറി പുതിയത് വരും. നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദൈവം പ്രവർത്തിച്ച് അങ്ങനെ ശരിയാക്കും.
അങ്ങനെ വിശ്വസിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 തൊട്ട് 15 വരെ വാക്യങ്ങൾ എല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചേ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദീദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. ഓക്കെ, തിബേരിയാസ് കടൽ തീരമാണ് രംഗം. യേശു മരിച്ച് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാര് അവരൊരു തീരുമാനം എടുത്തു, കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന കാര്യം. അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി അവർ കടൽ തീരത്ത് തിബേരിയാസ് കടലിൽ ഇറങ്ങി. അതാണ് സംഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പം ഈ 12 ശിഷ്യന്മാരെ കുറിച്ചും ഈശോയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, ഈശോയ്ക്ക് ഒരു സ്വപ്നമുണ്ട്, ഈശോയ്ക്ക് അവരെക്കുറിച്ച് ചിന്തകളുണ്ട്, ഈശോയ്ക്ക് അവരെക്കുറിച്ച് പദ്ധതികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈശോ അങ്ങനെ ചിന്തിക്കും. പത്രോസിനോട് പറഞ്ഞിട്ടില്ല, ഈശോ അങ്ങനെ ചിന്തിക്കും, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ പിൻഗാമിയായിട്ട് പത്രോസിനെ വെക്കണം. ആള് നല്ല പെരുവരുപ്പുള്ള ആളാണ്, ഉഷാറാണ്, വെച്ചാൽ കാര്യമുണ്ട്. ഇടയ്ക്ക് ഈശോ അങ്ങനെ ചിന്തിക്കും. പക്ഷെ പത്രോസിനോട് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പത്രോസിൻ്റെ ഈ ചേട്ടത്തും ചാട്ടവും ഇതെല്ലാം കാണുമ്പോൾ ചിന്തിക്കും, എന്തു തന്നെയല്ലോ കാര്യത്തിന് തീർച്ചയായും തീരുമാനം ഉണ്ടാവും, ഈ മുപ്പരെ ഏൽപ്പിച്ച കാര്യം നടക്കും. ഇങ്ങനെ പത്രോസിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ആർക്കുണ്ട്? ഈശോയ്ക്കുണ്ട്. അങ്ങനെ പത്രോസിനെ സ്നേഹിക്കുകയാണ് ഈശോ. ഈശോയ്ക്ക് സ്നേഹമാണ്. പത്രോസിനെ കാണുമ്പോൾ ഒരു പ്രത്യേക വാത്സല്യം, അതിൻ്റെ പേരൊരു വാത്സല്യം എന്നാണ്. സ്നേഹമുണ്ട് എല്ലാവരോടും, ഈ പത്രോസിനെ കാണുമ്പോൾ ഒരു വാത്സല്യം. അതുകൊണ്ട് ഈശോ പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുന്ന സമയത്ത് എപ്പോഴും ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യും, ഉറപ്പാക്കും, പത്രോസ് കൂടെ ഉണ്ടോ എന്ന് നോക്കും. പത്രോസിനെ കൂടെ എപ്പോഴും കൊണ്ടുപോകും. ബാക്കിയുള്ളവരോടൊക്കെ പറയും, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഒരു കല്ലേറ് ദൂരം ഇവിടെ ഇരുന്നോ, ഞങ്ങൾ ഇച്ചിരി പുള്ളിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങിക്കൊണ്ട് പോകും. മരിച്ചവരെ ഉയർപ്പിക്കുന്ന സമയത്ത്, ഇമ്പോർട്ടൻ്റ് ആയ സമയത്തെല്ലാം പത്രോസിനെ കൊണ്ടുവന്ന് നിർത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഊണിലും ഉറക്കത്തിലും ഈശോ പത്രോസിനെ കൊണ്ടു നടന്നു, സ്നേഹിച്ചു. പത്രോസിനോട് പറഞ്ഞു, ഇടയ്ക്ക് പത്രോസ് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ. പത്രോസിനാണ് ഈശോയോട് ഭയങ്കര അടുപ്പം തോന്നാൻ തുടങ്ങി. ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയതാണ്. പത്രോസ് ആ സ്നേഹം അനുഭവിച്ച് ഈശോയോട് അടുത്തടുത്ത് വളരാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ഈശോയുടെ ഒരു സംരക്ഷകനെ പോലെ തന്നെ നിൽക്കാൻ തുടങ്ങി പത്രോസ്. ആരെന്ത് വന്നാലും പത്രോസാണ് മാനേജ് ചെയ്യണത്. മാറി ഈ വാളൊക്കെ എടുത്ത് വെട്ടുക, പല കാര്യങ്ങളും പത്രോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈശോയുടെ അടുത്ത് പത്രോസ് വളരെ ഫ്രീഡം, ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്ത് പ്രവർത്തിക്കുന്ന പോലെ. ഈശോ പ്രത്യേകിച്ചൊന്നും ഏൽപ്പിച്ചില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ തുടങ്ങി പത്രോസ്. പുറകെ പറഞ്ഞ ഹല്ലേലൂയ. 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 പത്രോസിന്റെ സ്വാതന്ത്ര്യമൊന്നും ഈശോ തടഞ്ഞുമില്ല. എന്തായാലും പത്രോസിന്റെ ഇഷ്ടത്തിൽ ചെയ്തോട്ടെന്ന് വിചാരിച്ച് ഈശോ അങ്ങനെ തടയൊന്നുമില്ല. പത്രോസ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒത്തിരി സ്നേഹത്തോടും ഒരുപാട് സ്വപ്നങ്ങളോടും കൂടെ ഈശോ പത്രോസിനെ വളർത്തി കൊണ്ടുവന്നു. ഗെത്സമൻ തോട്ടത്തിൽ അന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ വേദന കൊണ്ട് നീറിപ്പടഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വാർന്നു വിടാം, ഞരമ്പുകളെല്ലാം പൊട്ടിപ്പോകുന്ന വിധം വേദന ഈശോ അനുഭവിക്കുകയാണ്. ഈ വേദനയുടെ നടുവിൽ ഈ അരുമശിഷ്യൻ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അരുമശിഷ്യൻ എന്താ ചെയ്യണത്? അരുമശിഷ്യൻ്റെ കൂർക്കം വലി കാരണം പ്രാർത്ഥിക്കാനും പറ്റാതെയായി. അതേപോലെ ഡീപ്പ് സ്ലീപ്പാണ്. ഈശോയുടെ വേദന ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പത്രോസേ എന്നൊക്കെ വിളിയൊക്കെ കണ്ടേ. അവസാനം ഈശോ ഇങ്ങനെ പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും എന്നോട് ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഒരു വേദനയോടെ ഈശോ ആ സെന്റൻസ് പൂർത്തിയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷവും പത്രോസിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ സ്ഥിതി അങ്ങനെ തന്നെ. പല തവണ ഈശോ വേദനയോടെ നോക്കിപ്പോയിട്ടുണ്ട്, പക്ഷെ കുറ്റപ്പെടുത്തിയിട്ടില്ല, വേദനയോടെ നോക്കിപ്പോയിട്ടുണ്ട്, അടുത്തുകൂടെ വന്നു പോയി. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഒരു വിശുദ്ധി ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. 1 മണിക്കൂറെങ്കിലും
ഒരല്പമെങ്കിലും ഒരു ചെറുവിരലെങ്കിലും എനിക്ക് വേണ്ടി അനക്കുന്നില്ലല്ലോ എന്ന് ഈശോ വേദനയോടെ ചിന്തിച്ച് ഓർത്ത് നമ്മുടെ അടുത്ത് കൂടെ വന്ന് കടന്നു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടൻ തന്നെ അന്തരീക്ഷം എല്ലാം മാറി. പട്ടാളക്കാർ വന്ന് യേശുവിനെ പിടികൂടി. യേശുവിനെ പട്ടാളക്കാർ പിടികൂടി. ഇപ്പം ശിഷ്യന്മാരെല്ലാം ചാടി എഴുന്നേറ്റു. അന്തരീക്ഷം മാറി, എല്ലാം ചാടി എഴുന്നേറ്റു. പക്ഷെ അവർക്ക് ആർക്കും ഈശോയുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല. പത്രോസ് കുറച്ചൊക്കെ നോക്കി, പക്ഷേ പത്രോസിനും അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു. ആ ഓട്ടത്തിൻ്റെ സമയത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഈശോ നോക്കുന്നുണ്ടെന്ന് അറിയാം. ഈശോയുടെ ശ്രദ്ധ എപ്പോഴും പത്രോസിൻ്റെ മേലുണ്ട്. അതുകൊണ്ട് പത്രോസ് തിരിഞ്ഞു നോക്കി കാണില്ല. തിരിഞ്ഞു നോക്കാതെ ഓടിക്കളഞ്ഞു. ഈശോയെ പട്ടാളക്കാർ ഗത്സമൻ തോട്ടം തൊട്ട് പീലാത്തോസിന്റെ ഭവനം വരെ അതികിരാതമായി മർദ്ദിച്ചു. ഒരുപാട് തരത്തിലുള്ള പീഡാനുഭവത്തിലൂടെ ഗത്സമൻ തൊട്ട് പീലാത്തോസിന്റെ വീട് വരെ യേശു കടന്നുപോയി. അതിലൊന്നും പങ്കാളിയാകാൻ പത്രോസിന് നിൽക്കാൻ പറ്റിയില്ല. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീലാത്തോസിന്റെ വീട്ടിൽ ഈശോ വേദന സഹിച്ച് പലതരത്തിലുള്ള കുറ്റാരോപണങ്ങൾ സഹിച്ചിങ്ങനെ ഒരുപാട് തരത്തിൽ നിന്ദനം, തിരസ്കരണം, ഉപവേക്ഷ, അസഭ്യം, ആക്രോശങ്ങളെല്ലാം കേട്ട് അദ്ദേഹം നിൽക്കുകയാണ്. പീലാത്തോസ് ക്രൂരമായി പലതും പറയുന്നുണ്ട്. പക്ഷേ ഈ ആക്രോശങ്ങളുടെ ആരവങ്ങളുടെ ഇടയിൽ ഒരു സ്വരം ഈശോയുടെ കാതുകളിൽ തറച്ചു കയറി. ആ സ്വരം ഇതായിരുന്നു: എനിക്ക് അവനെ അറിയാൻ പാടില്ല, ഞാൻ അവനെ അറിയുന്നില്ല. ഈശോ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് പത്രോസാണ്. ആ സ്ത്രീ വീണ്ടും പറഞ്ഞു: നിന്റെ സ്വരവും നിന്റെ രൂപവും എല്ലാം കണ്ടറിയും, നീ നസ്രായൻ്റെ കൂടെയാണ്, ഉറപ്പായിട്ട് നീ നസ്രായൻ്റെ ആളാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു: നീ എന്താന്ന് പറഞ്ഞു എനിക്കറിയാം, ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ട് പോലുമില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 3 തവണ തള്ളി പറഞ്ഞ സമയത്ത് ഈശോ നോക്കിയപ്പോൾ പത്രോസിന്റെ കണ്ണുകൾ, ഈ പത്രോസ് ഇത് പറഞ്ഞു കഴിഞ്ഞ് പത്രോസിന് വേദനയുണ്ട്. ഇത് ഈശോ കേട്ടോ എന്നാണ് പത്രോസിന്റെ അടുത്ത നോട്ടം. ഇത് പറഞ്ഞു കഴിഞ്ഞ് പത്രോസ് നോക്കിയപ്പോൾ ഈശോ പത്രോസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആരവങ്ങളും ആക്രോശങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണത്. പക്ഷെ അതിൻ്റെ ഇടയിലും ഈശോ പത്രോസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസ് ഈശോയെയും കണ്ടു, ഈശോ പത്രോസിനെയും കണ്ടു. പിന്നെ പത്രോസ് അവിടെ നിന്നില്ല, അവിടെ നിന്ന് വേഗം പോയി കൃത്യം നിന്ന് കരഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം രംഗങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനെ ഈശോ മരിച്ചു, ഉത്ഥാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പക്ഷേ ഈ ശിഷ്യന്മാരെല്ലാം പേടിച്ചരണ്ട് ഒരു മുറിയിലിരിക്കുകയാണ്. അവർക്ക് ഈ യഹൂദന്മാരുടെ ഒരു രീതി, ഇനി യേശുവിനെ കൊന്നു അടുത്തത് ശിഷ്യന്മാരെ കൊല്ലണം എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് ആരും ഭക്ഷണം മേടിക്കാൻ പോലും ധൈര്യമായിട്ട് ഇറങ്ങിയല്ല. ഇങ്ങനെ ഒരു മുറിക്കുള്ളിലെല്ലാം അടച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസ് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. പത്രോസിന് മടുത്തു. പത്രോസ് പറയാൻ തുടങ്ങി: ഏത് നശിച്ച നേരത്തായിരിക്കും യേശുവിനെ കണ്ടുമുട്ടിയത്? അവനെ കണ്ടുമുട്ടി അന്ന് തൊട്ട് എന്തായി? ഒരു ജീവിതം ഇല്ലാതായി. ഒരാവേശത്തിൽ അപ്പനെ ഉപേക്ഷിച്ചു, അമ്മേനെ ഉപേക്ഷിച്ചു, ഭാര്യ ഉണ്ടായിരുന്നു, നല്ലൊരു ഭാര്യ, അതിനെ ഉപേക്ഷിച്ചു, അമ്മായിയമ്മ ഉണ്ടായിരുന്നു. അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ചൊരു ശൃംഖലയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ്. ഒരാവശ്യത്തെ എല്ലാം എടുത്ത് ചാടി പുറപ്പെട്ടതാണ്. വേണ്ടായിരുന്നു. ഇങ്ങനെ എത്ര തവണ ദൈവം നമുക്ക് തന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വേണ്ടാധീനം ചിന്തിച്ചിട്ടുണ്ട്. വേണ്ടായിരുന്നു, ആ തീരുമാനം എടുക്കണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പത്രോസ് പറഞ്ഞു: ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, പറ്റിയതൊക്കെ പറ്റി, ഇനി ഞാൻ കാത്തിരിക്കാനില്ല, മടുത്തു, നിർത്തി, ഞാൻ എൻ്റെ പഴയ പണിക്ക് പോകുക എന്ന് പറഞ്ഞു. മീൻ പിടിക്കാൻ പോവുകയാണ്, പഴയ പണി. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ശീലിച്ചിരുന്നൊരു പണിയുണ്ട്. എൻ്റെ പഴയ പണിക്ക് ഞാൻ പോവുകയാണ്. 3-3.5 വർഷത്തെ ബ്രേക്കേ ഉള്ളൂ, സാരമില്ല, എങ്ങനെയെങ്കിലും അള്ളിപ്പിടിച്ച് കയറി പോരാൻ പറ്റും. ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുകയാണ്. വള്ളവും വലയും അതൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം, ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, പഴയത് കാണും ചിലപ്പം, അപ്പം എടുത്തു വച്ചിട്ടുണ്ടാവും. എന്തായാലും ശരി, ആ രാത്രി പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു: ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുകയാണ്. ഉടനെ യേശു ഊണിലും ഉറക്കത്തിലും എപ്പോഴും കൂടെ കൊണ്ടുവന്നിരുന്ന ആ ബാക്കി ശിഷ്യന്മാരും ഉടനെ പറയുകയാണ്. അവർക്ക് രണ്ടാമതൊരു ചിന്തയില്ല.
ഉടനെ പറയാണ്, ഞങ്ങളും നിന്റെ കൂടെ പോരുകയെന്ന് പറഞ്ഞു. ഒരൊറ്റയാൾ പോലും ഈശോ പറഞ്ഞ അനുസരിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നില്ല. എല്ലാം കൂടെ ഇറങ്ങിപ്പോയി. എങ്ങോട്ടാ പോയത്? മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. പഴയ ജോലിയിലേക്ക് തിരിച്ചുപോയി. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ കേട്ടിട്ടുണ്ടോ? എത്രയോ പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് പിളർന്നിട്ടുണ്ട്. പിളർന്ന് പല ഉപശാഖകളായിട്ടില്ലേ? ഏതെങ്കിലും ഒരു നേതാവിന് ഇങ്ങനത്തെ ഒരു വേദന വന്നിട്ടുണ്ടോ? 100% ആളുകളെ കൊണ്ട് വിമതം പോയെന്ന് കേട്ടിട്ടുണ്ടോ? പകുതിയെ മുക്കാലൊക്കെ കൊണ്ടുപോയി കാണും. എന്നാൽ 5-6 പേരെങ്കിലും കൂടെ അവശേഷിക്കില്ലേ? ആ ദാവീദിന്റെ കൂടെ പോലും 4-5 പേരുണ്ടായിരുന്നു. ശിമയും ഒരു വിശ്വസ്തരായ 4-5 ആളുകളുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ മുഴുവൻ ശിഷ്യന്മാരെയും കൊണ്ട് പത്രോസ് കടലിലിറങ്ങി. ആ രാത്രി മുഴുവനും ഇവർക്ക് നല്ല പരിചയമുള്ള തിബേരിയാസ് കടലിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വല വീശാൻ തുടങ്ങി. വീശി നേരം വെളുക്കാറായി. ഒരു മീനും കിട്ടിയില്ല. 100% പരാജയം. കൃഷിയാകട്ടെ, ബിസിനസ് ആകട്ടെ, കോളേജാകട്ടെ, സ്കൂളാകട്ടെ, 100% പരാജയം. വിജയമില്ല, തലപൊക്കണില്ല. നിങ്ങളുടെ കഠിനാധ്വാന കുറവോ, സാമർത്ഥ്യ കുറവോ, അറിവിൻ്റെ കുറവോ, വിദ്യാഭ്യാസത്തിന് കുറവോ ആയിരിക്കില്ല. നിങ്ങളുടെ ദൈവവിളിയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവിൻ. 100% പരാജയം. ഒരു മേൽഗതിയില്ല. പത്രോസ് എന്ന് പറഞ്ഞ നിസ്സാരം നല്ല സാമർത്ഥ്യമുള്ള ആളാണ്. മറ്റു കൂടെയുള്ളവർ മോശക്കാരൊന്നുമില്ല, എല്ലാം നല്ല മിടുക്കന്മാരായിരുന്നു. അവര് തിബേരിയാസ് കടലിന്റെ ഓളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൂക്ക് എന്ന് പറഞ്ഞ് വലയം തൂക്കി നടക്കുകയാണ്. കർത്താവിന് ആ രാത്രി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത പോലെ ഹൃദയം പിളർന്ന വേദനയുണ്ടായി. ഹൃദയം പിളരുന്ന വേദനയോടെ തിബേരിയാസ് കടൽ തീരത്ത് കർത്താവ് ആ രാത്രി വന്നു നിന്നു. നോക്കുമ്പോൾ ദൂരത്ത് തിബേരിയാസ് കടലിൻ്റെ ഓളങ്ങളിൽ ഞാൻ പൊന്നുപോലെ എൻ്റെ 3 വർഷം എൻ്റെ കൂടെ കൊണ്ടുവന്ന എൻ്റെ അപ്പസ്തലന്മാർ, എൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടെ ഇപ്പം ഇങ്ങനെ താളം തുള്ളുകയാണ്. പഴയ ജീവിതത്തിൻ്റെ ഓളങ്ങളിൽ താളം തുള്ളി ഇങ്ങനെ നടക്കുകയാണ്. ഈശോയ്ക്ക് സഹിച്ചില്ല. ഈശോ കടൽ തീർത്തുനിന്ന് മനസ്സ് തുറന്ന്, അല്ലെങ്കിൽ ഹൃദയം പൊട്ടി ഒരു വിളിയാണ്. എന്താ വിളിച്ചത്? ദുഷ്ടന്മാരെ എന്നാണ് വിളിച്ചത്. നന്ദി കെട്ടവരെ എന്നാണ് വിളിച്ചത്. കുലദ്രോഹികളെ എന്നാണ് വിളിച്ചത്. എന്താ ഈശോ വിളിച്ചത്? ഈശോ ഹൃദയം പൊട്ടി, സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയം പൊട്ടി വിളിച്ചു, കുഞ്ഞുങ്ങളെ എന്നൊരൊറ്റ വിളിയാണ്. ഈശോ നോക്കുമ്പോൾ അവരിങ്ങനെ യാതൊരു ഒരു ഇതുമില്ലാതെ അലഞ്ഞ് നടക്കുകയാണ്. ഈശോയ്ക്ക് സഹിച്ചില്ല. ഈശോ മനസ്സ് തുറന്ന്, അല്ലെങ്കിൽ ഈശോ ഹൃദയഭേദകമായി വിളിച്ചു, കുഞ്ഞുങ്ങളേന്ന് നീട്ടി വിളിച്ചു. ആ വിളി അവർ കേട്ടു, അവർക്കത് മനസ്സിലായി. ഈശോ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചോ? അല്ലെങ്കിൽ നന്ദി കെട്ടവരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെയാണോ അവിടെയാണോ, നിങ്ങളോട് അവിടെ ഇരിക്കാനാണോ ഞാൻ പറഞ്ഞത് എന്നൊന്നല്ല ഈശോ ചോദിച്ചത്. കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് പറഞ്ഞു ഒന്നും കിട്ടിയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടാൻ പറഞ്ഞു. വള്ളത്തിന്റെ വലതുവശത്ത് വലയിട്ടു, നിറച്ചും മീൻ കിട്ടി. ഈ രാത്രി മുഴുവൻ പല തവണ അതിന് പോയതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോഴൊന്നും അവിടെ ഒന്നുമില്ലായിരുന്നു. കർത്താവില്ലാത്ത അധ്വാനവും കർത്താവ് കൂടെയുള്ള അധ്വാനവും തമ്മിലുള്ള ഒരു തിരിച്ചറിവ് കർത്താവ് അവരെ കൂടെ ആ വലതുവശത്ത് നിന്നിട്ടാൽ മതി എന്ന് പറയും. വല നിറച്ചും മീൻ. അപ്പോഴേക്കും ഒരാൾ പറഞ്ഞു, അത് കർത്താവാണ്. പത്രോസ് അപ്പോസ്തലൻ ചാടി, പിന്നെ ഒട്ടും അമാന്തിച്ചില്ല, വസ്ത്രമൊക്കെ എടുത്ത് ധരിച്ച് ചാടി നീന്തി വന്ന് മറ്റുള്ളവർ വലയൊക്കെ വലിച്ച് അവർ കടൽക്കര വന്നപ്പോൾ ഈശോ അവർക്ക് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുകയാണ്. അന്ന് പെസഹ രാത്രി ശരിക്കും ഒരു ഭക്ഷണം കഴിച്ചതാണ്, പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഇവർക്ക് വേണ്ടി നല്ലൊരു ഭക്ഷണമൊക്കെ ഒരുക്കി അങ്ങനെ പ്രാതൽ കൊടുക്കുകയാണ്. എല്ലാവരും രാത്രി മുഴുവൻ കടലിൽ പോയവർക്കറിയാം, രാത്രി മുഴുവൻ വലഞ്ഞ് വിശന്ന് പൊരിഞ്ഞ് വരുന്ന വരവാണ്. അതുകൊണ്ട് ഈശോ ഓരോരുത്തർക്കും മീനെടുത്ത് കൊടുത്തു. അപ്പോൾ എല്ലാവരും വേഗം വാങ്ങി കഴിക്കാൻ തുടങ്ങി.
അങ്ങനെ ഈശോ ശിമയോൻ പത്രോസിന് മീനെടുത്ത് കൊടുത്തു. ശിമയോൻ പത്രോസിന് മീൻ കൊടുത്തപ്പം വലിയ വിശപ്പുണ്ട്, വേഗം കൈ നീട്ടി മീൻ വാങ്ങിച്ചു. വാങ്ങുമ്പോൾ ഈശോയ്ക്ക് ആദ്യം തൊട്ട് നോക്കണില്ല, മുഖത്തേക്ക് നോക്കാറില്ല. അപ്പം പത്രോസ് എന്തായാലും മീൻ വാങ്ങുമ്പോഴും നോക്കാതിരിക്കാൻ പറ്റില്ലോ. മീൻ വാങ്ങിയത് ഇങ്ങനെ നോക്കിയത് ഓർമ്മയുള്ളൂ. ഈശോ ശിമയോനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിയിട്ട് കണ്ണ് പിൻവലിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഗെത്സമനിലെ ഓട്ടം ഓർമ്മ വന്നു. പത്രോസ് മീനും പിടിച്ച് നിൽക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ വേഗം വേഗം കടിക്കുന്നുണ്ട്. ഈ മീൻ പിടിച്ചിങ്ങനെ നിൽക്കുന്നതല്ലാതെ കടിക്കാൻ പറ്റണില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഗെത്സമൻ തൊട്ട് ആ തലേരാത്രി വരെയുള്ള എല്ലാ നന്ദികേടുകളും കൂറില്ലായ്മയും നിഷേധങ്ങളും എതിർചിന്തകളും കർത്താവിനെ കുറിച്ച് തോന്നിയ അവജ്ഞയും കർത്താവിനോട് തോന്നിയ എല്ലാ അവസ്ഥകളും കംപ്ലീറ്റും പത്രോസിൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. പത്രോസിന് കഴിക്കാൻ പറ്റുന്നില്ല. നന്ദികേടിൻ്റെയും ഒരുപാട് തരത്തിലുള്ള നിഷേധത്തിൻ്റെയും ഒരുപാട് ഓർമ്മകളാണ്. അപ്പോൾ പത്രോസിൻ്റെ ചെവി ഇടിവെട്ടുന്ന സ്വരം, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോയ്ക്ക് അത് മാത്രമേ ചോദിക്കാനുള്ളൂ. ന്യായമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ മുൻപിൽ ഇരിക്കുന്ന ഈ ആൾ ആരാണ്? ഈശോ ഒരുപാട് സ്വപ്നത്തോട് വളർത്തി, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച്, ഒരുപാട് എല്ലാത്തിൻ്റെ ഒരു പ്രധാന ആളായിട്ട് കണക്കാക്കി കൊണ്ടുവന്ന് ആ ആളാണ് എല്ലാത്തിനും കൂടെ വഴിതെറ്റിച്ച് കൊണ്ടുപോയത്. അവസാനത്തെ ചീത്തായിപ്പോയി. എല്ലാത്തിനേക്കാളും കൊടും ക്രൂരത. ഒരിക്കൽ പോലും ഈശോ കുറ്റപ്പെടുത്തിയില്ല. ഈശോ ഒരു നോട്ടത്തിൽ ഈശോ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? പീറ്റർ, പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ കുറെ വീഴ്ചകളുണ്ട്, സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈശോ പിന്നെ അധികം നേരം ചിന്തിക്കാൻ നിന്നില്ല. ഈശോ പോക്കറ്റിൽ കൈയിട്ടതിന് ശേഷം ഒരു താക്കോലെടുത്തിട്ട് ഈശോ പത്രോസിനെ നേരെ നീട്ടി പറഞ്ഞു, ഈ താക്കോല് നിനക്ക് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു, ഈ താക്കോല് നിനക്കുള്ളതാന്ന് പറഞ്ഞു. ഉടനെ പത്രോസിന് സഹിക്കാൻ പറ്റിയില്ലേ. കർത്താവ്, ഇത് പത്രോസാ. കർത്താവിനൊന്ന് ഓർമ്മിച്ചു. കർത്താവ് ഇതൊക്കെ മറന്നുപോയി കാണുമായിരിക്കും. ആ ഗെത്സമൻ തൊട്ടുള്ള തിരസ്കരണവും കർത്താവിനോട് സ്നേഹമില്ലായ്മയും കർത്താവിനെ മറന്നതും കർത്താവിനെ ഓർക്കാതിരുന്നതും കർത്താവിന് കൂടെ നിൽക്കാതിരുന്നതും കർത്താവിന് ഓടിപ്പോയതും കർത്താവിൻ്റെ ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ട് പോയതും കർത്താവിനെ തള്ളി പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചതും എല്ലാം ഓർമ്മ വന്നു. കടലിൽ ഇറങ്ങിയതും ഇനി ഒരിക്കലും തിരിച്ചില്ലെന്ന് പറഞ്ഞതും നിർത്തിയെന്ന് പറഞ്ഞതും എല്ലാം ഓർമ്മ വന്നു. ഉടനെ കർത്താവിനോട്, കർത്താവ് ഇത് പത്രോസാ. കർത്താവ് താക്കോൽ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുക, ഇത് നിനക്കുള്ളതാന്ന് പറഞ്ഞിട്ട്. സഭയുടെ താക്കോല്, സർവ്വ അധികാരികളുടെ താക്കോല് പത്രോസിന് കൊടുത്തു പറഞ്ഞു, ഇത് നിനക്കുള്ളതാന്ന് പറഞ്ഞു. പത്രോസിന് സഹിക്കാൻ പറ്റുന്നില്ലേ. പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്കിതിന് യോഗ്യതയില്ല, ഞാൻ പത്രോസാ. കുറഞ്ഞ പക്ഷം അപ്പുറത്തെ യോഹന്നാൻ ഇരിപ്പുണ്ട്. യോഹന്നാൻ, എനിക്കെന്ത് യോഗ്യത ഇതിന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസിന് ചിന്തിക്കാൻ പറ്റാനില്ല. കർത്താവ് പറഞ്ഞു, പീറ്റർ, ഇത് നിനക്കുള്ളതാ, നിനക്ക് വേണ്ടി മാത്രം ഞാൻ കരുതി വെച്ചിരുന്ന, നീ ഇതെടുക്കണം. പീറ്റർ, പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ആ താക്കോല് പത്രോസിനോട് കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കർത്താവിൻ്റെ കരുണ, ഔദാര്യം. പത്രോസിന് ഒരു അർഹതയില്ല. ഉള്ളതിൽ കൂടുതൽ ഒരു എന്താ പറയുക, നിഷേധവും അല്ലെങ്കിൽ മറവിയും ഓടിപ്പോക്കലും എല്ലാം ഉണ്ടായിരുന്ന ആളാണ്. കർത്താവ് പറഞ്ഞു, അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല, അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. നിന്നെ എനിക്കറിയാം, നീ പത്രോസാ.
പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് ഹോസിയ പ്രവചനത്തിൽ 14 അധ്യായം 4 തിരുലിഖിതം. സ്വന്തം സ്വഭാവം ആലോചിച്ച് തന്നെ വെറുക്കുന്ന ആത്മാക്കളെ കർത്താവ് ഈ സായാഹ്നത്തിൽ സുഖപ്പെടുത്താൻ പോവുകയാണ്. ഹോസിയ 14 അധ്യായത്തിൽ 4 തിരുലിഖിതം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ്, ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും. ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. അതാണ് കർത്താവ്. ആ കർത്താവിനെയാണ് നമ്മൾ ഇതുപോലെ തെറ്റിദ്ധരിക്കുന്നത്. ഹോസിയ 14:4 പഠിപ്പിക്കുകയാണ്, അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഞാൻ ഉണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. ഇതാണ് കർത്താവ്.